ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് NCERT സിലബസിലെ 10th സ്റ്റാൻഡേർഡ് ആണ്. അതിലെ മാത്സ് സബ്ജക്റ്റ് 8ാമത്തെ ചാപ്റ്റർ ആവുന്ന ഇൻട്രൊഡക്ഷൻ ടു ട്രിഗ്നോമെട്രി. അതിലെ എക്സസൈസ് 8.2ലെ 4th ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? സ്റ്റേറ്റ് വെദർ ദ ഫോളോവിങ് ആർ ട്രൂ ഓർ ഫാൾസ്, ജസ്റ്റിഫൈ യുവർ ആൻസർ. കൊടുത്തിരിക്കുന്ന ഓരോ ക്വസ്റ്റ്യനും ട്രൂ ആണോ ഫാൾസ് ആണോ എന്ന്, ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണോ ഫാൾസ് ആണോ എന്ന് കണ്ടുപിടിക്കാനും അതോടൊപ്പം അത് ആ ആൻസർ ജസ്റ്റിഫൈ ചെയ്യാനുമാണ് പറയുന്നത്. അതായത് ട്രൂ ആണെങ്കിലും അത് ട്രൂ ആണോ എന്ന് തെളിയിക്കണം, ഫാൾസ് ആണെങ്കിൽ ഫാൾസ് ആണെന്ന് തെളിയിക്കണം. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? സൈൻ എ പ്ലസ് ബി ഇസിക്കൽ ടു സൈൻ എ പ്ലസ് സൈൻ ബി എന്നാണ്. അതായത് ഈ എ എന്ന് പറയുന്നത് ഒരു ആംഗിള്, ബി എന്ന് പറയുന്നത് വേറൊരു ആംഗിള്. അപ്പൊ എ എന്ന് പറയുന്ന ആംഗിളിന്റെ സൈൻ റേഷ്യോയും ബി എന്ന് പറയുന്ന ആംഗിളിന്റെ സൈൻ റേഷ്യോയും കണ്ടുപിടിച്ചിട്ട് രണ്ടും കൂടെ ആഡ് ചെയ്താൽ കിട്ടുന്ന സെയിം ആൻസർ തന്നെയാണ്. ആ എ ആംഗിളും ബി ആംഗിളും ആഡ് ചെയ്തിട്ട് അതിന്റെ സൈൻ റേഷ്യോ കണ്ടുപിടിച്ചാൽ കിട്ടുന്നത് രണ്ട് സൈഡും ഈക്വൽ ആണ് എന്നാണ് ഈ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ എന്ന് നോക്കാം. നമുക്ക് എക്കും ബിക്കും ഓരോ ആംഗിൾ ഇട്ട് നോക്കാം. നമുക്ക് ആൻസർ ശരിയാണോ എന്ന് കണ്ടുപിടിക്കാം. അപ്പൊ ഞാൻ ഈ എ എന്ന് പറയുന്നതിന് ആംഗിള് 30 ഡിഗ്രിയാണ് കൊടുക്കാൻ പോകുന്നത്. ആംഗിൾ എക്ക് നമുക്ക് ഇഷ്ടമുള്ള ആംഗിൾ കൊടുക്കാം, 30യോ 45 ഇഷ്ടമുള്ള ആംഗിൾ കൊടുക്കാം. ഞാനിവിടെ 30 ഡിഗ്രി കൊടുത്തു. ആംഗിൾ ബിക്ക് വന്നിട്ട് 60 ഡിഗ്രി കൊടുത്തു. നമുക്കറിയാം 30, 60, 90 റേഷ്യോ എത്രയാണെന്നുള്ളത്. 30 ഡിഗ്രി ഈസ് ടു 60 ഡിഗ്രി ഈസ് ടു 90 ഡിഗ്രി. റേഷ്യോ വന്നിട്ട് 30യുടേത് 1, 60ൻ്റെത് √3, 90യുടേത് 2. ഇതാണ് 30, 60, 90യുടെ റേഷ്യോ. അതിന്റെ ട്രയാങ്കിൾ വരുന്നത് ഇങ്ങനെയാണ്: 90 ഡിഗ്രി, 60 ഡിഗ്രി, 30 ഡിഗ്രി. 30യുടെ റേഷ്യോ 1 ആയതുകൊണ്ട് 30യുടെ ഓപ്പോസിറ്റ് സൈഡിന് 1 കൊടുക്കുക. 60ന്റെ റേഷ്യോ √3 ആയതുകൊണ്ട് 60യുടെ നേരെ ഓപ്പോസിറ്റിന് √3 കൊടുക്കുക. 90യുടെ 2 ആയതുകൊണ്ട് 90യുടെ നേരെ ഓപ്പോസിറ്റ് 2 കൊടുക്കുക. അപ്പൊ ആംഗിൾ എക്ക് 30 കൊടുത്തു. അപ്പൊ സൈൻ എ എത്രയാണ് കാണണം. സൈൻ എ എന്ന് പറയുന്നത് എത്രയാണ്? 30. അപ്പൊ സൈൻ 30 ഡിഗ്രി. സൈൻ 30 ഡിഗ്രി കണ്ടുപിടിക്കണം. സൈൻ്റെ ഡെഫിനിഷൻ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനസ് ആണ്. ആരുടെ ഓപ്പോസിറ്റ്? 30യുടെ ഓപ്പോസിറ്റ്. 30യുടെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ്. അപ്പോൾ 1 ഈസ് ദ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ 30യുടെ ഹൈപ്പോട്ടേനസ്. ഈ ട്രയാങ്കിൾ ഹൈപ്പോട്ടേനസ് എത്രയാണ്? 2. ഇനി അടുത്ത നമുക്ക് സൈൻ ബി കണ്ടുപിടിക്കാം. സൈൻ ബി വേണമല്ലോ. സൈൻ ബി ഇസിക്കൽ ടു സൈൻ ബി ആംഗിൾ എത്രയാണ്? 60 ഡിഗ്രി ഇസിക്കൽ ടു സൈൻ്റെ റേഷ്യോ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനസ്. ആരുടെ ഓപ്പോസിറ്റ്? 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ്. 60യുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് ഇതാണ്. അപ്പൊ √3 ഈസ് ദ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനസ്. ഇനി ഹൈപ്പോട്ടേനസ് വേണം. ഈ ട്രയാങ്കിൾ ഹൈപ്പോട്ടേനസ് എത്രയാണ്? 2 ആണ്. അപ്പൊ √3/2 ആണ് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനസ്, സൈൻ ബി. അപ്പൊ ഞാൻ ഈ ഇക്വേഷനിലേക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് സൈൻ എ എന്ന് പറയുന്നത് എത്രയാണ്? 30 ഡിഗ്രി പ്ലസ് ബി എത്രയാണ്? 60 ഡിഗ്രി ഇസിക്കൽ ടു സൈൻ എ പ്ലസ് സൈൻ ബി. സൈൻ എ എത്രയാണ്? 30 ഡിഗ്രി പ്ലസ് സൈൻ ബി എത്രയാണ്? 60 ഡിഗ്രി. ഇനി 13 പ്ലസ് 60 എത്രയാണ്? 90. അപ്പൊ സൈൻ 90 ഡിഗ്രി ആണ് ഇവിടെ കിട്ടുന്നത്. ഇവിടെ വരുന്ന സൈൻ 30. സൈൻ 30യുടെ വാല്യൂ എത്രയാണ്? സൈൻ 30 ഈക്വൽ ടു 1/2 പ്ലസ് സൈൻ 60 ഡിഗ്രി. സൈൻ 60 ഡിഗ്രിയുടെ വാല്യൂ എത്രയാണ്? √3/2. ഇനി നമുക്ക് സൈൻ 90 ഡിഗ്രിയുടെ റേഷ്യോ അറിയണം. 90 ഡിഗ്രിയുടെ റേഷ്യോ പോകുന്നത് 90 ഡിഗ്രി ഈസ് ടു 0 ഡിഗ്രി. ഇതാണ് 90 ഡിഗ്രി ട്രയാങ്കിൾ റേഷ്യോ. ഫസ്റ്റത്തെ 90യുടെ റേഷ്യോ 1 ആണ്, അടുത്ത 90യുടെ റേഷ്യോ 1 ആണ്. 0 ഡിഗ്രിയുടേത് 0 ആണ്. ഇതിന്റെ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് പോകുന്നത്. രണ്ട് ലൈന് ചേർന്നാണ്. ഇവിടുത്തെ ആംഗിള് 0 ഡിഗ്രി ആയതുകൊണ്ട് രണ്ട് സൈഡും കൂടെ ചേർന്ന് അടുപ്പിച്ചാണ് പോകുന്നത്. അതുകൊണ്ട് ഇവിടെ നമുക്ക് ഡിസ്റ്റൻസ് ഇല്ല. ഇതിന് ഞാൻ എ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ സൈഡ് ബിയും ഇപ്പുറത്തെ സൈഡ് സിയും ആയിരിക്കും. ഇവർക്കിടയിലെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 0 സെന്റിമീറ്റർ ആയിരിക്കും മെഷർമെന്റ്. ഇവിടുത്തെ റേഷ്യോ എന്ന് പറയുന്നത് 1, ഇവിടുത്തെ റേഷ്യോ എന്ന് പറയുന്നത് 1 ആയിരിക്കും. കാരണം
ഇത് 90 ഡിഗ്രിയാണ്. 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് 1 ആണ്. അപ്പോൾ 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് 1. ഇപ്പുറത്തെ വശത്തും 90 ഡിഗ്രിയാണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റും 1 ആണ്. ഈ 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് 1 ആണ്. നമുക്കറിയേണ്ടത് 90 സൈൻ 90 ആണ്. സൈൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് എന്താണ്? സൈൻ്റെ ഡെഫിനിഷൻ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. അപ്പം 90യുടെ ഓപ്പോസിറ്റ്, ഞാൻ ഈ 90 ആണ് എടുക്കുന്നതെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് എത്രയാണ്? 1 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം സൈൻ 90 ഡിഗ്രി എന്ന് പറയുന്നത് ഓപ്പോസിറ്റ്, 90യുടെ ഓപ്പോസിറ്റ്, ദിസ് ഈസ് 90, ഇതിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന 1 ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനസ്. അപ്പൊ ഈ ട്രയാങ്കിളിൽ ഹൈപ്പോട്ടനസ് ആയിട്ട് ഇതോ ഇത് രണ്ടിൽ ഏത് വേണം എടുക്കാം, കാരണം രണ്ടും സൈഡും ഒരേ ലെങ്തിൽ ഇരിക്കുകയാണ്. ഇങ്ങനെ വരുമ്പോൾ ഏറ്റവും വലിയ വശമാണ് ഹൈപ്പോട്ടനസ് അല്ലേ? പക്ഷെ ഇവിടെ വന്നിട്ട് രണ്ട് സൈഡ് ഈക്വൽ ലെങ്ത് ആയതുകൊണ്ട് ഇതോ നമുക്ക് ഹൈപ്പോട്ടനസ് ആയിട്ട് എടുക്കാം. ഞാൻ ഈ സൈഡ് എടുക്കുന്നു, എ ബി എന്ന് പറഞ്ഞ സൈഡ് എടുക്കുന്നു, അത് വന്നിട്ട് 1 ആണ്. ഈസിക്കൽ ടു 1 ആണ് ആൻസർ. സൈൻ 90 എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ് ആൻസർ. അപ്പൊ ഞാൻ ഇവിടുത്തെ സൈൻ 90യിൽ എത്ര ഇട്ട് കൊടുക്കുന്നു? 1 ഇട്ട് കൊടുക്കുന്നു. അപ്പൊ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ ആണെങ്കിലോ ഡിനോമിനേറ്റർ 2 ആണ് അല്ലേ? ഈക്വൽ ആണ്. ഡിനോമിനേറ്റർ ഈക്വൽ ആണെങ്കിൽ ന്യൂമറേറ്ററിനെ ഒരുമിച്ച് എഴുതാം. ന്യൂമറേറ്റർ 1 പ്ലസ് √3 ഡിവൈഡഡ് ബൈ 2 ഇങ്ങനെ എഴുതാം. ഇവിടെ നോക്ക്, നമ്മൾ 1ന്റെ കൂടെ √3യും കൂടെ ആഡ് ചെയ്തിട്ട് അതിനെ ഡിവൈഡഡ് ബൈ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ആൻസർ 1 അല്ല, 1 സംതിങ് അങ്ങനെ എന്തോ പോകും. അപ്പൊ ഇവിടുത്തെ ആൻസർ അല്ല ഇവിടെ കിട്ടുന്നത്. അതുകൊണ്ട് ഇത് രണ്ടും ഈക്വൽ അല്ല. ഇവിടെ 1 ആണ് കിട്ടിയത്, ഇവിടെ വന്നിട്ട് വേറൊരു വാല്യൂ ആണ് കിട്ടിയത്. ഇവിടെ പറയുന്നത് എന്താണ്? സൈൻ എ പ്ലസ് ബി ചെയ്താൽ കിട്ടുന്നത് തന്നെയാണ് സൈൻ എ പ്ലസ് സൈൻ ബി ആഡ് ചെയ്താലും കിട്ടുന്നത്. രണ്ട് ഈക്വൽ ആണ്. പക്ഷെ നമ്മൾ ചെയ്തപ്പോൾ രണ്ട് ഈക്വൽ അല്ല. എക്കും ബിക്കും ഓരോ ആംഗിൾ ഇട്ട് കൊടുത്ത് ചെയ്തു വന്നപ്പോൾ കിട്ടിയ ആൻസർ ഈക്വൽ അല്ല, നോട്ട് ഈക്വൽ ആണ്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണോ? അല്ല, ദിസ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഫാൾസ്. അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇനി ഓപ്ഷൻ 1 ആണ് നമ്മൾ ചെയ്തത്. ഈ 4th ക്വസ്റ്റ്യനിൽ ഓപ്ഷൻ 1, ഇനി ഓപ്ഷൻ 2 ചെയ്യാം. നെക്സ്റ്റ് സബ് ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പൊ നമുക്ക് ഇനി രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? ദ വാല്യൂ ഓഫ് സൈൻ തീറ്റ ഇൻക്രീസസ് ആസ് തീറ്റ ഇൻക്രീസസ്. തീറ്റ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ആ തീറ്റയുടെ സൈൻ റേഷ്യോയും ഇൻക്രീസ് ആവും, ആ ആംഗിളിന്റെ സൈൻ റേഷ്യോ ഇൻക്രീസ് ആവും. അതായത് തീറ്റ എന്ന് ഇവിടെ പറയുന്നത് ആംഗിൾ ആണ്. ആ ആംഗിൾ കൂടുന്നതിനനുസരിച്ച് ആ ആംഗിളിന്റെ സൈൻ റേഷ്യോയും കൂടും എന്നാണ് ഈ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണോ ഫാൾസ് ആണോ നോക്കണമെങ്കിൽ നമുക്ക് ഈ തീറ്റയ്ക്ക് ഓരോ ആംഗിളും ഇട്ട് കൊടുക്കണം. ഓരോ ആംഗിളും ചെറുതിൽ നിന്ന് വലുതിലോട്ട് ഓരോ ആംഗിളായിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ അതിന്റെ വാല്യൂവും കൂടി വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടി വരും. അങ്ങനെ കൂടുന്നുണ്ടെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അപ്പൊ നമുക്ക് ആദ്യം ആംഗിൾസുകൾ കൊടുക്കാം. നമുക്ക് തീറ്റയ്ക്ക് ഫസ്റ്റ് 0 ഡിഗ്രി, അത് കഴിഞ്ഞ് നമുക്ക് 30 ഡിഗ്രി കൊടുക്കാം, അത് കഴിഞ്ഞ് 45 ഡിഗ്രി, അത് കഴിഞ്ഞ് 16 ഡിഗ്രി, അത് കഴിഞ്ഞ് 90 ഡിഗ്രി. അങ്ങനെ കൂടി പോയിക്കൊണ്ടേയിരിക്കും തീറ്റ എന്ന് പറയുന്ന ആംഗിൾ. ഞാനപ്പം 0 ഡിഗ്രിയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ 0 ഡിഗ്രി ട്രയാങ്കിൾ ആദ്യം നമുക്ക് വരയ്ക്കാം. 0 ഡിഗ്രി ട്രയാങ്കിളിലെ റേഷ്യോ എന്ന് പറയുന്നത് 90 ഡിഗ്രി ഈസ് ടു 0 ഡിഗ്രി. അതായത് ഒരു ട്രയാങ്കിൾ 3 ആംഗിൾ ഉണ്ട്. ഒരു ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും, മറ്റേ ആംഗിളും 90 ഡിഗ്രി ആയിരിക്കും, മൂന്നാമത്തെ ആംഗിൾ 0 ഡിഗ്രി ആയിരിക്കും. ഇതാണ് 0 ഡിഗ്രി ട്രയാങ്കിളിന്റെ റേഷ്യോ. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത്, റേഷ്യോ വാല്യൂ എന്ന് പറയുന്നത് 1:1:, ഇതിൻ്റെത് 0 ആയിരിക്കും. ട്രയാങ്കിൾ വരുന്നത് ഇങ്ങനെയാണ്. രണ്ട് സൈഡും പെർപെൻഡിക്കുലർ ആണ്, അടുത്തടുത്തായിട്ടാണ് അത് വരുന്നത്, ചേർന്നിരിക്കും. രണ്ട് സൈഡും ഇങ്ങനെ ചേർന്നിരിക്കും. കാരണം ഇവർക്കിടയിൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ 0 ഡിഗ്രി ആയതുകൊണ്ട് രണ്ട് സൈഡും ചേർന്നിരിക്കും, പെർപെൻഡിക്കുലർ ആണ്. ഇതിന്റെ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും, ഇപ്പുറത്തെ സൈഡിന്റെ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. താഴത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 0 മെഷർമെന്റ് ആയിരിക്കും. ഇവിടുത്തത് 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ്, 90 ഡിഗ്രിയുടെ റേഷ്യോ 1 ആണ്. ഈ 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് 1 എന്നുള്ള റേഷ്യോയിലായിരിക്കും. ഈ 90 ഡിഗ്രിയുടെ റേഷ്യോ 1 ആണ്. ഇപ്പുറത്തുള്ള 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡിൽ 1 എന്നുള്ള റേഷ്യോ ആയിരിക്കും. അപ്പോൾ 1:1:0 എന്നുള്ള വാല്യൂ ആണ് ഉള്ളത്. അപ്പൊ ആദ്യം നമുക്ക് സൈൻ്റെ ഇതെടുക്കാം. സൈൻ 0 ഡിഗ്രി ഇസിക്കൽ ടു, കാരണം എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞത്? തീറ്റ ഇൻക്രീസ് ചെയ്യുമ്പോൾ സൈൻ തീറ്റയും ഇൻക്രീസ് ചെയ്യുന്നു. അപ്പൊ തീറ്റ ഞാൻ 0 എടുത്തു കഴിഞ്ഞാൽ സൈനും എന്തായി മാറും? സൈൻ 0 ഡിഗ്രി അറിയണം.
0 ഡിഗ്രി എന്ന് പറയുമ്പോൾ സൈനിന്റെ ഡെഫിനിഷൻ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടൈനസ് ആണ് സൈനിന്റെ റേഷ്യോ. അപ്പോൾ ആരുടെ ഓപ്പോസിറ്റ്? 0 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ്. 0 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ഇതാണ് അല്ലേ? അപ്പൊ 0 ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടൈനസ്. ഈ ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടൈനസ് എന്ന് പറയുന്നത് ഇതുമാവാം. ഇത് രണ്ടും ഹൈപ്പോട്ടൈനസ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. കാരണം രണ്ടിന്റെ ലെങ്ത് ഒന്നാണ്, റേഷ്യോ ലെങ്ത് ഒന്നാണ്, 1:1 എന്നുള്ളതാണ്. അപ്പൊ ഇതെടുത്താലും ഇതെടുത്താലും സെയിം തന്നെയാണ്. അപ്പൊ 1 0/1 എന്ന് വെച്ച ആൻസർ എത്രയാണ്? 0 ആണ്. അപ്പൊ സൈൻ 0 ഡിഗ്രി എന്ന് പറയുന്നത് എത്രയാണ്? 0. ഇനി നമുക്ക് രണ്ടാമത്തെ ആംഗിൾ എടുക്കാം. രണ്ടാമത്തെ ആംഗിൾ എത്രയാണ്? 30 ഡിഗ്രി അല്ലെ? അപ്പൊ സൈൻ 30 ഡിഗ്രി ആണ് നമുക്ക് എടുക്കേണ്ടത്. സൈൻ 30 ഡിഗ്രി. 30 ഡിഗ്രിയുടെ ട്രയാങ്കിൾ ഇതല്ല. 30 ഡിഗ്രിയുടെ റേഷ്യോ എന്ന് പറയുന്നത് 30 ഡിഗ്രി ഈസ് ടു 60 ഡിഗ്രി ഈസ് ടു 90 ഡിഗ്രി ആണ്. അതിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 30യുടേത് 1, 60യുടേത് √3, 90യുടേത് 2. ഇതും നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം. ഈ റേഷ്യോ പഠിച്ചതുപോലെ ഇതും പഠിച്ചോണം. ഒരു ട്രയാങ്കിൾ വരയ്ക്കുക, 90 ഡിഗ്രി ട്രയാങ്കിൾ വരയ്ക്കുക. ഇവിടെ 60 കൊടുക്കുക, ഇവിടെ 90, ഇവിടെ 30 കൊടുക്കുക. 30യുടെ റേഷ്യോ 1 ആയതുകൊണ്ട് 30യുടെ നേരെ ഓപ്പോസിറ്റ് സൈഡിന് 1 കൊടുക്കുക. 60യുടേത് √3 ആയതുകൊണ്ട് 60യുടെ നേരെ ഓപ്പോസിറ്റ് സൈഡിന് √3 കൊടുക്കുക. 90യുടെ 2 ആയതുകൊണ്ട് 90യുടെ നേരെ ഓപ്പോസിറ്റ് സൈഡിന് 2 കൊടുക്കുക. ഇനി ഇങ്ങോട്ട് വരാം. സൈൻ 30 ആണ് അറിയേണ്ടത്. സൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടൈനസ് ആണ് സൈൻ. അപ്പൊ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടൈനസ്. അപ്പൊ ആരുടെ ഓപ്പോസിറ്റ്? 30യുടെ ഓപ്പോസിറ്റ്. 30യുടെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് 1 ആണ്. അത് നമുക്ക് ഇവിടെ എഴുതാം. 1 ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടൈനസ്. ഈ ട്രയാങ്കിൾ ഹൈപ്പോട്ടൈനസ് എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, 1/2 ആണ് സൈൻ 30യുടെ റേഷ്യോ. ഈ സൈൻ 30യുടെ റേഷ്യോ നമുക്ക് എന്താ ഡെസിമലിൽ കാണാം. അതായത് എന്താണ്? 1നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 1നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 2 കൊണ്ട് 1നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഇവിടെ ഒരു ഡെസിമൽ പോയിന്റ് കൊടുക്കുക. പോയിന്റ് കൊടുക്കുമ്പോൾ ഇവിടെ നമുക്കൊരു 0 ഇട്ട് കൊടുക്കാം. 10 ആവും. 10ൽ 2ന്റെ ടേബിൾ 5 ടൈംസ്. 5 10s are 5 2s are 10. അപ്പൊ ബാലൻസ് 0. അപ്പൊ 0.5 ആണ് 1/2ന്റെ വാല്യൂ. അപ്പൊ 0.5. അപ്പൊ ഇവിടെ അത് ട്രൂ ആവുന്നുണ്ട്. അതായത് 0 ഡിഗ്രി ആയപ്പോൾ 0 ആണ്. 30 ഡിഗ്രി ആയപ്പോൾ, അതായത് 0 ഡിഗ്രിയും കാട്ടി ഇൻക്രീസ് ആവുകയാണ്, കൂടുതലാണ് 30 ഡിഗ്രി. അതായത് തീറ്റ ഇൻക്രീസ് ആവുകയാണ്. ആംഗിൾ ഇൻക്രീസ് ആയി 30 ആയപ്പോഴത്തേക്ക് 0.5 ആണ് കേട്ടോ. അതായത് 0യും കാട്ടി വലുതാണ് 0.5. അപ്പൊ അത് ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആവുന്നുണ്ട്. രണ്ടാമത്തെ വാല്യൂ ആംഗിൾ കൊടുത്തപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആവുന്നുണ്ട്. നമുക്ക് മൂന്നാമത്തെ ആംഗിളും കൊടുക്കണം. ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആവുന്നുണ്ടോ എന്ന് അറിയാൻ. അടുത്തായിട്ട് നമുക്ക് എന്ത് കൊടുക്കാം? സൈൻ 45 ഡിഗ്രി എടുക്കണം. സൈൻ 45 ഡിഗ്രി ഇസ് ഈക്വൽ ടു 45 ഡിഗ്രിയുടെ ട്രയാങ്കിൾ ഇതുമല്ല ഇതുമല്ല. നമുക്ക് 45 ഡിഗ്രിയുടെ റേഷ്യോ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. 45 ഡിഗ്രി ഈസ് ടു 90 ഡിഗ്രി. ഇതാണ് 45 ഡിഗ്രിയുടെ ട്രയാങ്കിളുടെ ആംഗിളുകൾ. ഇങ്ങനെയാണ് 3 ആംഗിൾ വരുന്നത്. ഈ ആംഗിളിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 1 ആണ്. ഈ ആംഗിളിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 1 ആണ്. 90യുടെ ആംഗിളിന്റെ റേഷ്യോ √2 ആണ്. ട്രയാങ്കിൾ വരുന്നത് ഇങ്ങനെയാണ്. ഇവിടെ 45 ആയിരിക്കും, ഇവിടെയും 45 ആയിരിക്കും, ഇവിടെ 90 ഡിഗ്രി ആയിരിക്കും. 45ന്റെ വന്നിട്ട് 1 ആയതുകൊണ്ട് ഈ 45ന്റെ നേരെ ഓപ്പോസിറ്റിൽ 1 ഇട്ട് കൊടുക്കാം. അടുത്ത 45ന്റെ റേഷ്യോ 1 ആയതുകൊണ്ട് ഈ 45ന്റെ ഓപ്പോസിറ്റിൽ 1 ഇട്ട് കൊടുക്കാം. അടുത്ത 90യുടെ √2 ആയതുകൊണ്ട് ഈ 90യുടെ നേരെ ഓപ്പോസിറ്റിൽ √2 ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് സൈൻ 45 ഡിഗ്രിയുടെ റേഷ്യോ അറിയാം. സൈൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടൈനസ് ആണ്. ആരുടെ ഓപ്പോസിറ്റ് എടുക്കണം? 45 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ്. ഈ 45 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് 1 ആണ്. അല്ലെങ്കിൽ ഈ 45യുടെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ഓപ്പോസിറ്റ് എത്രയാണ്? 1 ആയി. ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടൈനസ്. ഈ ട്രയാങ്കിളിലെ ഹൈപ്പോട്ടൈനസ് എന്ന് പറയുന്നത് √2 ആണ്. 1/√2 ആണ്. ഈ 1/√2ന്റെ ഡെസിമൽ വാല്യൂ കണ്ടുപിടിക്കാം. 1/√2 എന്ന് വെച്ചാൽ അതിന്റെ വാല്യൂ 1.414 ആണ്. 1. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 1 എഴുതി, ഡിവൈഡഡ് ബൈ ഈ √2ന്റെ വാല്യൂ കൊടുത്തു കഴിഞ്ഞു. ഈ √2ന്റെ വാല്യൂ നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്യണം. എങ്ങനെയാണ്? മുകളിലുള്ള 1 അകത്ത് എഴുതുക, താഴെയുള്ളത് പുറത്ത് എഴുതുക. 1.414.
അപ്പോൾ ഇവിടെ വന്നിട്ട് ഡെസിമൽ നമ്പർ ആണ്. ഡെസിമൽ നമ്പർ കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഈ ഡെസിമൽ മാറ്റണമെങ്കിൽ ഡെസിമൽ കഴിഞ്ഞ് എത്ര പ്ലേസ് വാല്യൂ ഉണ്ട്? 1 2 3 3 പ്ലേസ് വാല്യൂ ഉണ്ട് ഡെസിമൽ കഴിഞ്ഞ്. അപ്പോൾ 3 0 നമ്മളിവിടെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇത് 1000 ആയിട്ട് മാറും. ഇവിടുത്തെ ഡെസിമൽസ് പോവുകയും ചെയ്യും. ഇവിടെ എന്തുണ്ട്? 1000 ഉണ്ട്. ഇവിടെ 1440 ഉണ്ട്. അപ്പോൾ 1000നെയും കാട്ടി വലുതാണ് 1440. അപ്പൊ അതുകൊണ്ട് ഇതിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. സോ നമുക്കൊരു ഡെസിമൽ പോയിന്റ് ഇടേണ്ടി വരും. ഇതിനെ വലുതാക്കാനായിട്ട് ഡെസിമൽ പോയിന്റ് ഇടുമ്പോൾ ഇവിടെ ഒരു എക്സ്ട്രാ 0 ഇട്ട് കൊടുക്കാൻ സാധിക്കും. അപ്പൊ എന്ത് കിട്ടും? എന്താണ്? 10,000 കിട്ടും. അപ്പോൾ 1440 കാട്ടി വലുതാണ് 10,000. ഇനി നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ 10,000 അകത്ത് വരുന്നവരെ ഇതിന്റെ ടേബിൾ പറയും. ഇത് 1440 ആണ്. 10,000 അകത്ത് വരണമെങ്കിൽ നമുക്ക് ഇതിനെ 7 കൊണ്ടൊന്ന് ഇൻറ്റു ചെയ്ത് നോക്കാം. 7 കൊണ്ട് ഞാൻ ഇൻറ്റു ചെയ്യാണ്. 4 × 7 28, ബാലൻസ് 2. 1 × 7 7, 7 + 2 9. 4 × 7 28, ബാലൻസ് 2. 1 × 7 7, 7 + 2 9. അപ്പൊ ഇവിടെ നമുക്ക് 10,000 ആണുള്ളത്. ഇവിടെ 9,898. അതിന് അടുത്ത് നമ്മൾ ഇനി 8ന്റെ ടേബിൾ കൊണ്ട് ഇതിനെ ഇൻറ്റു ചെയ്താൽ അതിലും വലുത് 10,000 കാട്ടി വലിയൊരു നമ്പറാണ് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നത്. അതുകൊണ്ട് നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. 7 ടൈംസ് നമുക്ക് ഇതിനകത്ത് വരുന്ന നമ്പർ കിട്ടത്തുള്ളൂ. അപ്പൊ 7 ടൈംസ് എത്രയാണ്? 9898. അപ്പൊ നമുക്കിവിടെ 0.7 കിട്ടിക്കഴിഞ്ഞു. അപ്പൊ ഈ വാല്യൂ എടുത്ത് ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇവിടുത്തെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0.7 ആണ്. ഇവിടെ നോക്കൂ, ഇത് 0 കിട്ടി, ഇത് 0.5 കിട്ടി. അപ്പൊ 0 കാട്ടി വലുതാണ് 0.5. അടുത്തത് ചെയ്തപ്പോൾ 1/√2 ചെയ്തപ്പോൾ 0.7 കിട്ടി. അപ്പൊ 0.5നെ കാട്ടി വലുതാണ് 0.7. അപ്പൊ ഇത് ഇൻക്രീസ് ആവുന്നുണ്ട്. അതായത് ആംഗിൾ കൂടുന്നതിനനുസരിച്ച് അതിന്റെ റേഷ്യോയും ഇൻക്രീസ് ആവുന്നുണ്ട്. ഇനി നമുക്ക് sin 60 നോക്കാം. sin 60 ഡിഗ്രി സൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടൈനസ്. 60 ഡിഗ്രി ഉള്ളത് ഏതാണ്? ഈ ട്രയാങ്കിൾ ആണ് 60 ഡിഗ്രി ഉള്ളത്. സൈൻ്റെ റേഷ്യോ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടൈനസ്. അപ്പൊ 60യുടെ ഓപ്പോസിറ്റ് സൈഡ് എടുക്കണം. 60ന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് √3 ആണ്, ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടൈനസ്. ഹൈപ്പോട്ടൈനസ് ഈ ട്രയാങ്കിൾ ഹൈപ്പോട്ടൈനസ് എന്ന് പറഞ്ഞാൽ 2 ആണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഡെസിമൽ വാല്യൂ കാണാം. √3 എന്ന് പറഞ്ഞാൽ 1.73 ആണ് അതിന്റെ ആൻസർ. √3യുടെ വാല്യൂ എന്ന് പറയുന്നത് 1.73 ഡിവൈഡഡ് ബൈ 2. ഇനി നമുക്ക് 1.73യെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അകത്ത് ആര് എഴുതണം? 1.73 എഴുതണം, പുറത്ത് 2 എഴുതണം. 2ന്റെ ടേബിൾ ഈ 1ൽ പോകില്ല അല്ലെ? 1നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. സോ നെക്സ്റ്റ് ഡിജിറ്റ് എടുക്കുക. അപ്പൊ നെക്സ്റ്റ് ഡിജിറ്റ് എടുക്കും മുന്നേ ഇവിടെ എന്തുണ്ട്? ഒരു ഡെസിമൽ പോയിന്റ് ഉണ്ട്. ആ ഡെസിമൽ പോയിന്റ് കളയാനായിട്ട് നമ്മൾ മുകളിൽ ഒരു പോയിന്റ് ഇട്ട് കൊടുക്കണം. പോയിന്റ് ഇട്ട് കഴിഞ്ഞാൽ ഇവിടുത്തെ ഡെസിമൽ പോയിന്റ് പോകും. ഇനി എന്തുണ്ട്? 17 ഉണ്ട്. 17ൽ 2 എത്ര വട്ടം? 8 ടൈംസ് അല്ലെ? 16 കിട്ടും. 17 60 പോയാൽ ബാലൻസ് 1. പിന്നെ എന്തുണ്ട്? 3 ഉണ്ട്. 30ൽ 2യുടെ ടേബിള് 6 ടൈംസ് 12. ബാക്കി 1 ഉണ്ട്. പോയിന്റ് ഉള്ളതുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു 0 ഇട്ട് കൊടുക്കാം. 0 ഇട്ട് കഴിഞ്ഞാൽ 10 ആയി. 10ൽ 2ന്റെ ടേബിൾ 5 ടൈംസ്. അപ്പൊ ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0.865 ആണ് ഇതിന്റെ ആൻസർ. ഏത്? sin 60യുടെ റേഷ്യോ എന്ന് പറയുന്നത് 0.865. അപ്പൊ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ എന്ന് ഒന്നുകൂടെ നോക്കാം. ഇവിടെ കിട്ടിയത് 0.7 ആണ്. 0.865 കിട്ടി. അപ്പൊ 0.7 കാട്ടി വലുതാണ് 0.865. അപ്പൊ ആ ഇൻക്രീസ് ആവുന്നുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്പർ ആവുന്ന 90 ഡിഗ്രി കൂടെ ഒന്ന് നോക്കിയിട്ട് നമുക്കിത് സ്റ്റോപ്പ് ചെയ്യാം. 90 ഡിഗ്രി, സൈൻ 90 ഡിഗ്രി. 90 ഡിഗ്രി വരുന്ന സൈൻ 90 ഡിഗ്രി വരുന്നത് ഇതാണ്. 90:90:0 ഡിഗ്രി. ഈ ട്രയാങ്കിളാണ് നമ്മൾ അത് ചെക്ക് ചെയ്യേണ്ടത്. 90 ഡിഗ്രി. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടൈനസ് ആണ് നമ്മുടെ സൈൻ്റെ റേഷ്യോ. ആരുടെ ഓപ്പോസിറ്റ് എടുക്കണം? 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എടുക്കണം. 90 ഡിഗ്രി എന്ന് പറയുന്നത് ഇവിടെയും ഉണ്ട്, ഇവിടെയുണ്ട്. ഇഷ്ടമുള്ളത് എടുക്കാം. ഞാൻ ഈ 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എടുക്കുകയാണെങ്കിൽ ഇതാണ് എടുക്കേണ്ടത്. അത് 1 ആണ്. ഇപ്പൊ 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് 1. പിന്നെ എന്തുണ്ട്?
ഹൈപ്പോട്ടേനസ് അല്ലെ. ഈ ട്രയാങ്കിളിലെ ഹൈപ്പോട്ടേനസ് എന്ന് പറയുന്നത് ഇതാവാം അല്ലെങ്കിൽ ഇതും ആവാം. ഇതിൽ ഏതെടുത്താലും അത് ഹൈപ്പോട്ടേനസ് ആണ്. അപ്പൊ ഞാൻ ഈ ഹൈപ്പോട്ടേനസ് അല്ലെങ്കിൽ ഈ ഹൈപ്പോട്ടേനസോ എടുക്കാം. ഇത് ഹൈപ്പോട്ടേനസ് ആയിട്ട് ഞാൻ എടുക്കുകയാണ്. അപ്പൊ ഇത് വന്നിട്ട് എത്രയാണ്? 1 ആണ്. അപ്പൊ ഡിവൈഡഡ് ബൈ 1. അപ്പൊ 1 ഡിവൈഡഡ് ബൈ 1 എന്ന് പറഞ്ഞ ആൻസർ എത്രയാണ്? 1 ആണ്. ഓക്കെ. അപ്പൊ ആംഗിൾ ഇൻക്രീസ് ആകുന്നതിനനുസരിച്ച് അതിന്റെ റേഷ്യോ വാല്യൂ ഇൻക്രീസ് ആകുന്നു. 0.7 കഴിഞ്ഞ് 0.8 ആയി. ഇപ്പൊ നേരെ 1ലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പൊ വാല്യൂസ് റേഷ്യോസ് ഇൻക്രീസ് ആവുന്നുണ്ട്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ദ വാല്യൂ ഓഫ് സൈൻ തീറ്റ ഇൻക്രീസസ് ആസ് തീറ്റ ഇൻക്രീസസ്. തീറ്റ ഇൻക്രീസ് ആകുന്നതിനനുസരിച്ച് സൈൻ തീറ്റയും ഇൻക്രീസ് ആവുന്നുണ്ട്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് നമുക്ക് എന്തെന്ന് എഴുതാം? ട്രൂ എന്ന് എഴുതാം. അതുപോലെ തന്നെ അവര് ട്രൂ ഓർ ഫാൾസ് എന്ന് പറയും വേണം, ഒപ്പം ജസ്റ്റിഫൈ ചെയ്യുകയും കൂടെ വേണം. അപ്പൊ നമ്മൾ അത് ജസ്റ്റിഫൈ ചെയ്തിട്ടുണ്ട്. അത് ട്രൂ ആണെന്ന് പറയാനുള്ള റീസൺ നമ്മൾ ഇവിടെ ജസ്റ്റിഫൈ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.